ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പ്രത്യേകമായ ചില ക്രമീകരണങ്ങൾ കർത്താവിൻ്റെ പക്കൽ നിന്നും അവിടുന്ന് ചെയ്തു തരുമെന്നുള്ളതായ ഉറപ്പ് ഈ ശുശ്രൂഷ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്കായി പരിശുദ്ധാത്മാവ് തരികയാണ്. ഒരു പക്ഷേ ഇന്നിപ്പോൾ വളരെ പ്രയാസത്തോടുകൂടെ മുമ്പിൽ നോക്കി പരിഹാരം കാണാൻ ഒന്നും പറ്റാത്ത ഒരു വലിയ സങ്കടത്തിൻ്റെ നടുവിൽ നിങ്ങളായിരിക്കുമ്പോൾ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഒരു ക്രമീകരണം ഒരുക്കാൻ പോവുകയാണ്. മനുഷ്യരായ നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ ഇടങ്ങളിൽ നമ്മൾക്ക് പരിഹരിപ്പാൻ വയ്യാത്ത വിധത്തിലുള്ള ചില സാഹചര്യങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ നമ്മളുടെ നിസ്സഹായ അവസ്ഥ കണ്ടുകൊണ്ട് തന്നെ കഴിഞ്ഞ നാളുകളിൽ കർത്താവിൽ ആശ്രയിക്കുകയും ദൈവത്തോട് ചേർന്ന് നിൽക്കുകയും ചെയ്തു എന്നുള്ള കാരണത്താൽ തന്നെ കർത്താവ് നമ്മളെ കൈവിടാതെ ചേർത്ത് പിടിക്കും. നമ്മളുടെ ആ ഒരു ബുദ്ധിമുട്ടിൻ്റെ സമയത്ത് നമ്മളെ സഹായിപ്പാൻ ദൈവം തൻ്റെ ദൂതനെ നമ്മളുടെ ജീവിത സാഹചര്യത്തിൻ്റെ നടുവിലേക്ക് പ്രത്യേകമായി അയച്ചു തരും. എനിക്ക് ഇന്നത്തെ ദൂതിലേക്ക് നിങ്ങളെ ക്ഷണിക്കുമ്പോൾ ഈ ഒരു ഉറപ്പ് നിങ്ങളോട് പറയാനുണ്ട്. നിങ്ങൾ പ്രയാസപ്പെടുന്നതിന് ദൈവം ഒരു സാക്ഷിയാണ്. കർത്താവ് അത് കണ്ടുകൊണ്ട് നിൽക്കാതെ പരിഹാരത്തിനായി ഒരു സ്വർഗീയ സഹായകനെ നിങ്ങളുടെ അരികിലേക്ക് ഇന്ന് അയക്കുക തന്നെ ചെയ്യും. വലിയ പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കാം. ഈ ദൂത് ഒരുങ്ങി വരുന്ന സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവിനോട് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഈ കഴുത്തിൻ്റെ ഈ ഭാഗത്ത്, ഈ തൊണ്ടയുടെ ഈ ഒരു മേഖലയിൽ എന്തോ തറഞ്ഞിരിക്കുന്നത് പോലെ കഴുത്തിൽ കഠിനമായി വേദനയും പ്രയാസവും അനുഭവിക്കുന്ന ഒരാളുടെ ശരീരത്തിൽ അത് ക്ഷണത്തിൽ എടുത്തു മാറ്റുന്നത് പോലെയുള്ളൊരു ദൈവിക സൗഖ്യം വ്യക്തമായി നടക്കുന്നത് കണ്ടുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത്. ഈ വിധത്തിൽ ആ പ്രയാസം അനുഭവിക്കുന്ന ശരീരത്തിൻ്റെ മേൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യം വെളിപ്പെടട്ടെ. ദൈവം ഒരുക്കുന്ന വിടുതലിലേക്ക് നാം പോവുകയാണ്. ഇന്നത്തെ പ്രവചനദൂതിലേക്ക് ലോകമെങ്ങും എന്നെ കേൾക്കുന്ന സ്നേഹനിധികളായ എല്ലാ സഹോദരങ്ങൾക്കും വലിയവനായ യേശു ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠനാമത്തിൽ സന്തോഷത്തോടുകൂടെ സ്നേഹവന്ദനം. വിശുദ്ധ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു പോരുന്നു. അവൻ പകൽ ഏകദേശം 9-ാം മണി നേരത്ത്, വ്യക്തമായി കേട്ടുകൊള്ളണം, പകൽ 9-ാം മണി നേരത്ത് ഒരു ദർശനത്തിൽ ഒരു ദൈവദൂതൻ തൻ്റെ അടുക്കൽ അകത്തു വരുന്നത് സ്പഷ്ടമായി കണ്ടു. നിങ്ങളോട് വളരെ വ്യക്തമായി ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു. ഊഹാപോഹങ്ങളല്ല, തോന്നലുകളല്ല, മരീചികകളായി തോന്നുന്ന ചില അവ്യക്ത കാഴ്ചകൾക്കതീതമായി സുവ്യക്തമായി സ്പഷ്ടമായി ഞാൻ കണ്ടു. എനിക്കത് പറയാനും എനിക്കത് ഓർമ്മിക്കാനും കഴിയും എന്ന തരത്തിലുള്ള ചില ദൈവത്തിൻ്റെ ഇടപെടലുകൾ നിങ്ങൾക്കായിട്ട് ഇന്ന് പകൽ ഉണ്ടാകാൻ പോവുകയാണ്. നീ ആയിരിക്കുന്ന ഇടത്തേക്ക് ആര് വരണം, ആരെ നീ വിളിക്കണം, നിനക്കിനി അടുത്ത ചുവടെന്താണ് വ്യക്തമായി ഉപദേശിച്ചു തരാൻ നിങ്ങളുടെ അരികിൽ കർത്താവിൻ്റെ ദൂതൻ ഇതാ ഇപ്പോൾ കടന്നു വരികയാണ്. ഗതസ്തമന തോട്ടത്തിൽ രക്തം വിയർത്തു പ്രാർത്ഥിക്കുന്ന യേശുവിന് കാൽവറി വരെ കടന്നു ചെല്ലാൻ കഴിയാത്ത വിധം തൻ്റെ ശാരീരിക അവസ്ഥ അതീവ ബലഹീനമായി പോയപ്പോൾ യേശുവിനെ ബലപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ ഗതസമന തോട്ടത്തിൽ ഇറങ്ങി. എത്തേണ്ട ദൂരം എത്താൻ കഴിയില്ല, ഞാൻ തളർന്നു പോകുമെന്ന് നീ ചിന്തിക്കുന്ന വിഷയത്തിൽ, നിനക്ക് പൂർത്തിയാക്കാൻ കഴിയത്തില്ല എന്ന് കരുതുന്ന ചില പ്രത്യേക കാര്യങ്ങളിൽ ഒരു വിശിഷ്ട സഹായം സ്വർഗത്തിൽ നിന്ന് ഇന്ന് പകൽ അയക്കപ്പെടുകയാണ്. എവിടെയൊക്കെയോ നമ്മൾ ബലഹീനമായി പോയ മേഖലകളെ ഒരിക്കൽ കൂടെ റീചാർജ് ചെയ്ത് തരാൻ, ഒരിക്കൽ കൂടെ നമ്മളെ അങ്ങ് ശക്തമാക്കി എടുക്കാൻ കർത്താവ് തൻ്റെ ദൂതനെ നാം ആയിരിക്കുന്നിടത്തേക്ക് ഇതാ അയക്കുകയാണ്. കൊർന്നല്യോസ് എന്ന് പറയുന്ന മനുഷ്യൻ്റെ പ്രാർത്ഥനാ നിമിഷത്തിൽ അയാൾ വ്യക്തമായി കണ്ട കാഴ്ചയാണ്. തൻ്റെ അടുത്ത് ഒരു ദൈവത്തിൻ്റെ ദൂതൻ വന്നു നിൽക്കുന്നു. അത് സ്പഷ്ടമായി കണ്ടു എന്ന് എഴുതിയേക്കുന്നത്. നിങ്ങൾക്കിത് ആശ്വാസത്തിൻ്റെ വാക്കാണ് ദൈവ പൈതലേ. നീ അനുഭവിക്കുന്ന പ്രയാസ സാഹചര്യത്തിൻ്റെ നടുവിൽ നിന്നെ ഹെൽപ്പ് ചെയ്യാൻ കർത്താവ് അയക്കുന്ന തൻ്റെ വിശിഷ്ട ദൂതൻ്റെ സാമീപ്യം നിങ്ങൾ മറ്റാരും അറിയാത്ത പോലെ തിരിച്ചറിയാൻ പോവുകയാണ്. ഒരുപക്ഷെ ഇതൊരു തുടക്കമാകാം. ഇന്നു മുതൽ ഇനി അങ്ങോട്ട് ദൈവരാജ്യത്തിൻ്റെ അദൃശ്യ തലങ്ങളെ വ്യക്തമായി നോക്കിക്കാണുന്ന ഒരു കൃപയുടെ തലം ദൈവം നിന്റെ മേൽ ഇനാഗുറേറ്റ് ചെയ്യുകയാണ്. ഒരു പുതിയ ഉദയം ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ മേൽ ഇടുകയാണ്.
ധൈര്യത്തോടെ പ്രാർത്ഥിച്ച് അതിനെ ഏറ്റെടുത്തോ. ഒരു ദൈവപ്രവൃത്തി നിന്റെ മേൽ ആരംഭിക്കുകയാണ്. ഇന്നു മുതൽ ചിലത് മുന്നോട്ടേക്ക് വെളിപ്പെടാൻ പോവാ കേട്ടോ. ഒരു പുതിയ തുടക്കം കർത്താവ് ഇന്ന് തരാൻ പോവാ. കൊർന്നല്യോസ് എന്ന് പറയുന്ന മനുഷ്യനോട് പരിശുദ്ധാത്മാവ് തൻ്റെ ദൂതൻ മുഖാന്തരം ഇങ്ങനെ പറഞ്ഞു, നീ ആളയച്ച് പത്രോസിനെ വരുത്തുക. ഈ കാര്യം കൊർന്നല്യോസിനോട് പറയുമ്പോൾ തന്നെ മറുവശത്ത് പത്രോസിനോടും പരിശുദ്ധാത്മാവ് ഒരു ദർശനത്തിൽ ഈ കാര്യം വെളിപ്പെടുത്തി. ഒരു കൊർന്നല്യോസ് എന്ന് പറയുന്ന മനുഷ്യൻ നിന്റെ കൊണ്ടുപോകുവാൻ വേണ്ടി 2 പേരെ അയക്കുന്നു. നിന്റെ മുമ്പിൽ വരുന്ന വ്യക്തികളുടെ കൂടെ നീ കൂടുതലൊന്നും അന്വേഷിക്കാതെ അങ്ങ് പോയിക്കൊള്ളുക. ആ മനുഷ്യൻ്റെ മേൽ എനിക്കൊരു ദൈവപ്രവൃത്തി ചെയ്യുവാനുണ്ട് എന്ന് ഹോളി സ്പിരിറ്റ് നൽകിയ ഇൻസ്ട്രക്ഷനെ തുടർന്നാണ് പത്രോസ്ലിഹ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വരുന്നത്. ചില ഉന്നതമായിരിക്കുന്ന ഇടപാടുകൾ നമ്മളുമായി കണക്റ്റഡ് ആകേണ്ടതിന് അതിൻ്റെ മീഡിയേഷൻ ജോലി ദൈവം തന്നെ ഏറ്റെടുക്കും. ഞാനിന്ന് ഇത് പറയുന്ന സമയത്ത് നിങ്ങളുടെ ഇപ്പോഴത്തെ ജീവിത പരിസരങ്ങളിലെങ്ങും നിങ്ങൾക്ക് കണക്റ്റഡ് ആകാൻ വയ്യാത്ത രീതിയിൽ ഉന്നതമായിരിക്കുന്ന ചിലരുമായി ദൈവം തന്നെ തൻ്റെ ദൂതൻ മുഖാന്തരം ചില വഴികൾ തുറന്നു തരാൻ പോവുകയാണ്. ഒരുപക്ഷെ അത് ചില രാജ്യങ്ങളിലേക്കുള്ള ചില യാത്രയ്ക്ക് കാരണമാകും. ഏത് യുദ്ധസമാനമായ സാഹചര്യമാണെങ്കിലും നിനക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ വാതിൽ ഇന്ന് ഓപ്പണാകും. ഏത് പ്രതിസന്ധിയുടെയും എതിരിൻ്റെയും നടുവിലാണെങ്കിലും നിങ്ങൾക്ക് വേണ്ടി കർത്താവ് താൻ ചെയ്യുവാൻ പോകുന്ന മഹാപ്രവൃത്തി അതൊരു തടസ്സങ്ങളെയും വകവെക്കാതെ വെളിയിലേക്ക് വരും. ദൈവത്തിൻ്റെ ആത്മാവ് ഇപ്പോൾ നിങ്ങളുടെ അരികിലേക്ക് തൻ്റെ ദൂതനെ അയക്കുന്നത് ദൂരെ അകലങ്ങളിൽ ചിലത് നിനക്ക് വേണ്ടി ഒരുക്കപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചുകൊള്ളുക. നിങ്ങൾക്ക് വേണ്ടി ചിലത് ഒരുക്കപ്പെടുന്നുണ്ട്. അതിലേക്ക് ദൈവം നിങ്ങളെ കണക്ട് ചെയ്യാൻ പോവുകയാണ്. ആ ദൈവപ്രവൃത്തിയുടെ ഭാഗമായിട്ടാണ് ഇന്ന് പകൽ ഈ ദൈവാലോചന നീ കേൾക്കുന്നത്. എവിടെയൊക്കെയോ ചില ക്രമീകരണങ്ങൾ നടക്കാൻ പോകുന്നു. ഇതുവരെ ഇരുന്നു പോയ സാഹചര്യത്തിനപ്പുറത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ പുതിയ ചില വാതിലുകൾ ചില കുടുംബങ്ങൾക്ക് വേണ്ടി കർത്താവ് ഇന്ന് തുറക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. സങ്കടങ്ങൾ മാറട്ടെ. പ്രയാസങ്ങൾക്കപ്പുറത്ത് ദൈവം തുറക്കുന്ന വിശാലതയൊന്ന് കാണട്ടെ. ഒരു പുതിയ പ്രോസ്പിരിറ്റിയുടെ തലം യേശുവിൻ നാമത്തിൽ നിങ്ങൾക്കായി വെളിപ്പെട്ടു വരട്ടെ. പ്രിയപ്പെട്ടവരെ, എല്ലാ ഭാരങ്ങളെയും നിരാശകളെയും കുടഞ്ഞു കളഞ്ഞുകൊണ്ട് ഇന്ന് രാവിലെ കർത്താവ് ഒരുക്കുന്ന തൻ്റെ ദൂതൻ നിമിത്തം നിങ്ങൾക്ക് വേണ്ടി അനുവദിച്ചു തരുന്ന അനുഗ്രഹീത സഹായത്തിലേക്ക് ചുവടുകളെ ഒന്ന് വെക്കാൻ ഒന്ന് തയ്യാറായിക്കേ. ഹല്ലേലൂയ. പത്രോസ് പ്രാർത്ഥിക്കുമ്പോഴും ഈ ദൂതനെ അദ്ദേഹം കാണുകയാണ്. നാം പ്രാർത്ഥിക്കുന്ന സമയങ്ങളിൽ, നാം ദൈവസന്നിധിയിൽ മുട്ടുമടക്കുന്ന നേരങ്ങളിൽ, നാം ബലഹീനമായി പോകുന്ന കാര്യങ്ങളിൽ നമ്മളെ സഹായിക്കുവാനും നമുക്ക് വേണ്ടി ദൂരവ്യാപകമായ ഫലങ്ങളെ സൃഷ്ടിക്കുവാനും ചില മനുഷ്യ മനസ്സുകൾ തയ്യാറാകാത്ത ചില കാര്യങ്ങൾക്ക് വേണ്ടി അവരെ ഒരുക്കുവാനും ദൈവം തന്നെ നേരിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യും. ഈ ആദിമ സഭയുടെ ഇത് എഴുതപ്പെട്ട പശ്ചാത്തലം പഠിക്കുമ്പോൾ പത്രോസ്ലിഹ എന്ന് പറയുന്ന മനുഷ്യൻ യഹൂദരെന്ന് പറയുന്ന ജനതയുടെ നടുവിൽ മാത്രം സുവിശേഷ ദൗത്യവുമായി നിൽക്കുവാൻ ആഗ്രഹിച്ച ഒരാളാണ്. അദ്ദേഹം ഒരിക്കലും കൊർന്നല്യോസിനെ പോലെയുള്ള ഒരു റോമാക്കാരൻ്റെ അരികിലേക്ക് സുവിശേഷ ദൗത്യവുമായി പോകുവാൻ തൽപരനാകുകയില്ല. നമുക്കറിയാം, ജാതികളുടെ അപ്പോസ്തലനായി പൗലോസ്ലിഹയാണ് ദൈവത്താൽ വിളിക്കപ്പെട്ടത്. എന്നാൽ ആ വലിയ ദൈവമനുഷ്യൻ ഉദയം ചെയ്യപ്പെടുന്ന ആ ഒരു കാലഘട്ടത്തിന് മുൻപ് ദൈവത്തിൻ്റെ ഇടപെടൽ കൊർന്നല്യോസിൻ്റെ ലൈഫിൽ നടക്കേണ്ടതായിട്ടുണ്ട്. അതിന് പത്രോസ് എന്ന് പറയുന്ന ദൈവപുരുഷനെ കർത്താവിന് ഒരുക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ മാനസികമായി വിജാതീയ ഇടപാടുകൾക്കൊന്നും തയ്യാറാകാത്ത പീറ്ററിൻ്റെ മൈൻഡിനെ തൻ്റെ ദൗത്യത്തിനു വേണ്ടി ഒരുക്കിയെടുക്കേണ്ടതിന് പരിശുദ്ധാത്മാവ് പ്രത്യേക ദർശനം തന്നെ നൽകിയിട്ടാണ് ഈ പറയപ്പെടുന്ന നിലയിൽ കൈസരയിലെ ഇത്താലിയ എന്ന പട്ടാളത്തിലുള്ള കൊർന്നല്യോസ് എന്ന് പറയുന്ന മനുഷ്യൻ്റെ ഗ്രഹത്തിലേക്ക് പത്രോസ്ലിഹായെ പരിശുദ്ധാത്മാവ് കൃത്യമാംവിധം ഒരുക്കി കൊണ്ടുവരുന്നത്. നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരാൻ തയ്യാറാകാത്ത, നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് ഒരു കാരണവശാലും ഇടപെടാൻ സന്നദ്ധരാകാത്ത മനുഷ്യരുടെ ഹൃദയങ്ങളെ നിങ്ങൾക്ക് അനുകൂലമാംവിധം ചലിക്കേണ്ടതിന്, നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ കരത്തിൽ ഒരു ആയുധമായി അവർ ചെയ്തു തരേണ്ട കാര്യങ്ങൾ നിർവഹിച്ച് തരത്തക്ക വിധം മനുഷ്യ ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു പ്രൊജക്റ്റ് ദൈവത്തിൻ്റെ കരങ്ങളിലുണ്ട്. ഇന്ന് തന്നെ കേൾക്കുന്ന ചില കുടുംബങ്ങൾക്ക് വേണ്ടി കർത്താവ് ആ കാര്യം ചെയ്തു തരാൻ പോവുകയാണ്. നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൂരെ ചിലരോട് ദൈവം നിന്റെ പേര് പറയും. നീ ഇപ്പോൾ ദൈവസന്നിധിയിൽ ദൂത് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിന്റെ ഭാവിയുടെ വാതിൽ തുറക്കുവാൻ ദൈവം ചില മനുഷ്യരെ നിനക്ക് വേണ്ടി സജ്ജമാക്കും. നീ ദൈവാലോചനയുടെ മുമ്പിൽ സ്തോത്രത്തോടുകൂടെ ആയിരിക്കുന്ന ഈ സമയത്ത് നിന്നെ സഹായിക്കുവാൻ ദൈവം ചില മനുഷ്യ ഹൃദയങ്ങളിൽ പ്രേരണകളെ ചെലുത്തും.
അതേ ദൈവ പൈതലേ, നിന്റെ അരികിലേക്ക് ഇറങ്ങി വരുന്ന ഈ ദൈവപ്രവൃത്തി ഏകപക്ഷീയമായി മാത്രം ഒതുങ്ങി നിൽക്കാതെ മറുവശത്തു ചെയ്യേണ്ടതും കൂടെ ചെയ്തിട്ടേ വിടവാങ്ങുകയുള്ളൂ. നിങ്ങളെ പുതിയ ചിലതുമായി സന്ധിപ്പിച്ച ശേഷമേ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഈ പദ്ധതി ഇന്ന് പകൽ പിൻവലിക്കപ്പെടുകയുള്ളൂ. ഒരു ദൗത്യം ദൈവം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ആ സന്തോഷം ചില കുടുംബങ്ങളുടെ ആനന്ദമായി മാറും. വലിയ ചില മാറ്റങ്ങൾ പരിശുദ്ധാത്മാവ് ഒരുക്കുന്നു. ആ സന്തോഷം ഇന്ന് പകൽ പുറത്തു വരാൻ പോകുന്നു. ഹല്ലേലൂയ. കഴിഞ്ഞ മണിക്കൂറുകളിൽ തേങ്ങിക്കൊണ്ടിരുന്ന വിഷയത്തിന് ഇന്ന് രാവിലെ കർത്താവ് ഒരു ഉത്തരം തരികയാണ്. കഴിഞ്ഞ മണിക്കൂറുകളിൽ ഹൃദയത്തെ വല്ലാതെ ചോദ്യം ചെയ്ത ചില വിഷയങ്ങൾക്ക് ദൈവത്തിൻ്റെ ഉത്തരം ഇതാ ഇറങ്ങുകയാണ്. സന്തോഷത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മക്കളെ, ഹല്ലേലൂയ. ഈ ദർശനം എന്തായിരിക്കുമെന്ന് പത്രോസ് ഉള്ളിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ചഞ്ചലിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്നാണ് പറയുന്നത്. അപ്പോസ്തലപ്രവൃത്തി 10:17 ഇങ്ങനെയാണ് പറയുന്നത്. ഈ കണ്ട ദർശനം എന്തായിരിക്കുമെന്ന് പത്രോസ് ഉള്ളിൽ ചഞ്ചലിച്ചു കൊണ്ടിരിക്കുമ്പോൾ കൊർന്നല്യോസ് അയച്ച പുരുഷന്മാർ ശിമോന്റെ വീട് ചോദിച്ചുകൊണ്ട് പടിവാതിക്കൽ നിന്നു. പത്രോസ് എന്ന് പേരുള്ള ശിമോൻ ഇവിടെ പാർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. പത്രോസ് ദർശനത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവ് അവനോട്, അപ്പോൾ പരിശുദ്ധാത്മാവ് പറയുകയാണ്, 3 പുരുഷന്മാർ നിന്നെ അന്വേഷിക്കുന്നു, നീ ഇറങ്ങി ചെല്ലുക, ഞാൻ അവരെ അയച്ചതാകൊണ്ട് ഒന്നും സംശയിക്കാതെ അവരോടുകൂടെ പോവുക എന്നു പറഞ്ഞു. പലവിധ സംശയങ്ങൾ പലരുടെയും മനസ്സിലുണ്ടാകും. ഇത് ചെയ്യണോ, ഇങ്ങനെയൊക്കെ ആകണോ, ഈ കാര്യത്തിലേക്ക് ഇപ്പോൾ ഞാൻ കൈ കടത്തേണ്ടതായിട്ടുണ്ടോ, ഞാൻ ഈ കാര്യങ്ങളിലൊക്കെ ഇടപെടാതിരിക്കുന്നതല്ലേ എനിക്ക് നല്ലത്. എന്നാൽ മനുഷ്യർ തങ്ങളുടെ സ്വസ്ഥതയെ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പ്രത്യേക സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി ഹൃദയങ്ങളെ ഒരുക്കുന്നതിൻ്റെ ഭാഗമായി ആമേൻ 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 ചില സംശയങ്ങളെ ദൂരീകരിച്ചുകൊണ്ട് തൻ്റെ പദ്ധതിയിലേക്ക് പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി ഒരുക്കിയവരെ തന്നെ ഈ ദിനങ്ങളിൽ അയക്കും. ഹല്ലേലൂയ. കർത്താവിന് തന്നെ കാര്യങ്ങളെ ക്രമീകരിക്കുന്നതിനാൽ, ദൈവം തന്നെ കാര്യങ്ങളെ നമുക്ക് വേണ്ടി മുന്നൊരുക്കുന്നതിനാൽ നമ്മളുടെ പരിശ്രമങ്ങൾക്ക് അതീതമായൊരു വിടുതലായിരിക്കും ഇന്ന് പകൽ നടക്കാൻ പോകുന്നത്. നിങ്ങളെ അലട്ടുന്ന വലിയ വിഷയം കർത്താവ് തന്നെ നേരിട്ടിറങ്ങി പരിഹരിക്കും. ഉന്നതമായ ചില ഇടപെടലുകൾ ഉണ്ടാകും. പ്രത്യേകമായ ചില സഹായങ്ങൾ വരും. ദൂരദേശങ്ങളിൽ നിന്ന് പോലും ദൈവത്തിൻ്റെ ഇടപെടലിനാൽ ചില കാര്യങ്ങൾ നടക്കും. ഇന്ന് ഈ വാഗ്ദത്തം വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. ഒരു ദൈവപ്രവൃത്തി ഇന്ന് പകൽ കാണാൻ പോവുകയാണ്. കർത്താവിൻ്റെ കുഞ്ഞുങ്ങളെ, പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായിട്ട് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നേരമാണല്ലോ ഇത്. നമ്മുടെ ജീവിതത്തിൽ നമ്മളെക്കൊണ്ട് പരിഹരിപ്പാൻ വയ്യാത്ത പ്രയാസം കർത്താവ് അത് ഏറ്റെടുക്കുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിനെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം അത് കർത്താവിന് വിട്ടേരെ. ഹോളി സ്പിരിറ്റ് ആ കാര്യം ഏറ്റെടുക്കുകയാണ്. ദൈവം അത് പരിഹരിപ്പാൻ പ്രാപ്തരായവരെ കൊണ്ടുവരും. നിങ്ങൾക്ക് വേണ്ടി ആള് വരും. നിങ്ങൾക്ക് വേണ്ടി സഹായം എത്തും. കർത്താവ് കാര്യങ്ങളെ ചെയ്യും. ഹല്ലേലൂയ. ഇത് അദൃശ്യ ലോകത്തെ ദൈവത്തിൻ്റെ ദൂതന്മാർ പ്രത്യക്ഷ ലോകത്ത് നിങ്ങൾക്ക് വേണ്ടി സഹായത്തിനായി പല മുഖാന്തരങ്ങളെയും തുറക്കുന്ന നേരമാണ്. വളരെ പ്രാർത്ഥനയോടുകൂടി അതുകൊണ്ട് നമുക്ക് ഇന്ന് രാവിലെ ആയിരിക്കാം. കുറച്ചു നേരം ഒരുമിച്ച് നമുക്ക് ദൈവസന്നിധിയിലേക്ക് ഹൃദയങ്ങളെ എത്തിക്കാം. കണ്ണുകളെ അടച്ചൽപ്പനേരം എല്ലാവരും അധരങ്ങളെ തുറന്ന് കർത്താവിന് സ്തോത്രം ചെയ്ത് തുടങ്ങിയാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ വീടുകളിലും ഇപ്പോൾ ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും ഹൃദയത്തിൻ്റെ അകത്തു നിന്നും സ്തോത്രങ്ങളും സ്തുതികളും ഉയരട്ടെ. ഹല്ലേലൂയ. നമ്മുടെ ഭാരങ്ങൾക്ക് അപ്പുറത്ത് ദൈവത്തിൻ്റെ ആശ്വാസങ്ങൾ നമ്മളെ തൊടുവാൻ തയ്യാറാകുന്ന നേരമാണിത്. ഓ ജീസസ്. ചില കുടുംബങ്ങൾക്ക് വല്ലാതെ വേദന മാത്രം അനുഭവിപ്പാൻ ഞങ്ങൾക്ക് വിധിയുള്ളൂ എന്ന് ചിന്തിച്ചിരിക്കുന്നൊരു സാഹചര്യത്തിൽ ഇല്ല, നല്ലതിലേക്ക് ഞാൻ നിന്നെ കരം പിടിച്ച് നടത്തുമെന്ന് പരിശുദ്ധാത്മാവ് നൽകുന്ന ഉറപ്പ് അവർക്ക് വേണ്ടി വെളിപ്പെടുകയാണ്. ആരെനിക്ക് വേണ്ടി പോകും? ആരെൻ്റെ കാര്യത്തിനായിട്ട് സഹായിപ്പാൻ എഴുന്നേൽക്കും? ആരെനിക്ക് വേണ്ടി ഇന്ന് പകൽ അവരോട് സംസാരിക്കും? തുടങ്ങിയ നിരവധി ചോദ്യങ്ങളുടെ മുമ്പിൽ കർത്താവ് ഒരുക്കുന്ന വിടുതലിൻ്റെ മുഖാന്തരങ്ങളെ കണ്ട് സ്തുതിക്കുവാൻ തയ്യാറായിക്കൂ. ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്ക്. ദൈവം എനിക്ക് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യുന്നു, അത് കണ്ടുകൊണ്ട് പ്രാർത്ഥിച്ച്, അത് കണ്ടുകൊണ്ട് തന്നെ പ്രാർത്ഥിച്ച്. എൻ്റെ വഴിയുടെ മുമ്പിലെ തടസ്സം ദൈവം തന്നെ എടുത്തു മാറ്റുന്നു. അത് കണ്ടു പ്രാർത്ഥിച്ചേ. ആ തടസ്സം നീങ്ങുന്നത് കണ്ടുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. അവൻ്റെ വീര്യ പ്രവൃത്തികൾ നിമിത്തം അവനെ സ്തുതിപ്പീൻ. നാം പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ ദൈവദൂതന്മാർ 100 കണക്കിന് മേഖലകളെ തുറക്കുവാനായി ഇറങ്ങുകയാണ്. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടത്തിൽ നിന്നും അവരെ വിടുവിച്ചു. നിന്റെ ഒരു കഷ്ടമല്ല, നിന്റെ 1000 കഷ്ടങ്ങൾ തീരാൻ പോകുന്നു. നിന്റെ 100 വേദനകൾക്ക് ഒറ്റയടിക്ക് ഉത്തരം വരാൻ പോകുന്നു. ഓ ജീസസ്, ഹല്ലേലൂയ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് പുറകിൽ നീ കേട്ടൊരു ദൈവാലോചന,
അത് നടക്കുമോ ഇല്ലയോ എന്നൊരു സംശയത്തിൽ വളരെ ആകാംക്ഷയോടും ജിജ്ഞാസയോടും കൂടെ ഇപ്പോൾ എൻ്റെ വാക്കുകളെ കേട്ട് പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞെ, നിന്നോട് അരുളി ചെയ്തത് കർത്താവാകയാൽ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദങ്ങൾക്ക് മുമ്പിൽ ആ വാഗ്ദത്തം വഴുതിപ്പോകാതെ അത് തടസ്സങ്ങളെ പൊട്ടിച്ചുകൊണ്ട് കടല് പിളർന്ന് വഴി തുറന്നതുപോലെ ഇന്ന് പകൽ ദൈവത്തിൻ്റെ ശക്തിയാൽ നിനക്ക് വേണ്ടിയ കാര്യങ്ങളെ കർത്താവ് യഥോചിതം നിവർത്തിപ്പാൻ പോകുകയാണ്. ഒരു വിരുന്ന് ദൈവം ഒരുക്കും, ഒരു സന്തോഷം കർത്താവ് തരും. ഹാലലൂയ. മുഖാന്തരങ്ങളിലേക്ക് കർത്താവെ ഞങ്ങളെ കൊണ്ടുപോകണമേ. ഹാലലൂയ. ബന്ധങ്ങളിലേക്ക് ഞങ്ങളെ എത്തിക്കണമേ കർത്താവെ. ഞങ്ങളുടെ സഹായ കേന്ദ്രങ്ങളിലേക്ക് ഞങ്ങളെ കണക്ട് ചെയ്യണമേ. അങ്ങയുടെ ദൂതൻ മുഖാന്തരമുള്ളതായ പുതിയ വഴികളിലൂടെ, ആ ഡിവൈൻ പാത്വേയിലൂടെ ഞങ്ങളെ ഗൈഡ് ചെയ്യണമേ. ഞങ്ങൾ എക്സാക്റ്റ് പോയിന്റിൽ കണക്റ്റഡ് ആകട്ടെ. ഇടമോ വലമോ പോകാതെ കൃത്യമായതിലേക്ക് ഞങ്ങൾക്ക് ആക്സസ് കിട്ടത്തക്ക വിധം പരിശുദ്ധാത്മാവിനാൽ ഒരു പ്രോപ്പർ ഗൈഡൻസിലേക്ക് ഞങ്ങളെ ഇന്ന് പകൽ ലീഡ് ചെയ്യണമേ. ഓ ജീസസ്, ഹല്ലേലൂയ. നാഥാ, ഒരുപാട് കുടുംബങ്ങളുടെ അവസ്ഥകൾക്ക് മാറ്റമുണ്ടാകട്ടെ. കുടുംബങ്ങളിലെ സങ്കടങ്ങൾ തീരട്ടെ, കണ്ണുനീരുകൾ ഒതുങ്ങട്ടെ. കയ്പ് നിറഞ്ഞ സാഹചര്യങ്ങളുടെ അകത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധ റൂഹ ഇറങ്ങി വന്ന് തുറക്കുന്ന അനുഗ്രഹങ്ങൾ പെയ്തിറങ്ങട്ടെ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. നിങ്ങൾ സ്തുതിച്ചു തുടങ്ങിക്കോ. വലിയ ചില വിടുതലുകൾ ഇപ്പോൾ നടക്കാൻ പോവുക. നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാകും. നിങ്ങൾ ഈ പ്രാർത്ഥിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്ന സമയത്ത്, യേശുവിൻ്റെ നാമം നിങ്ങൾ ഉരുവിടുന്ന ഈ സമയത്ത്, നിങ്ങളുടെ ശരീരത്തിലും മനസ്സിലും തന്നെ നിങ്ങൾക്കൊരു വിടുതലുണ്ടാകും. നിങ്ങൾ സ്തുതിച്ചു തുടങ്ങുമ്പോൾ തന്നെ ചിലരുടെ ഫോണിൽ ചില നോട്ടിഫിക്കേഷൻസ് നിങ്ങളുടെ വിഷയത്തിൻ്റെ പരിഹാരവുമായി ബന്ധപ്പെട്ട് വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, ആരാധ്യനായ സ്വർഗസ്ഥ പിതാവേ, അവിടുത്തെ വാത്സല്യനിധിയായ പ്രിയപ്പെട്ട പുത്രനും മുഴുവൻ സ്വർഗത്തിൻ്റെ ആദരവ് ഏറ്റെടുക്കുന്നവനും ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി ഈ പാപലോകത്തേക്ക് താണിറങ്ങി വന്ന് ജീവൻ തന്നവനുമായ യേശു ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠ നാമത്തിൽ അവിടുത്തെ പരിശുദ്ധാത്മാവിനോടുകൂടെ ഞങ്ങളിപ്പോൾ അങ്ങയിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ആത്മനിറവിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. അപ്പാ, ഇന്നിപ്പോൾ എന്നോടുകൂടെ പ്രാർത്ഥിക്കുന്ന 100 കണക്കിന് അങ്ങയുടെ മക്കൾക്ക് ഇവർക്ക് ആശ്വാസത്തിന് ഹേതുവായ വിടുതൽ ഇപ്പോൾ തുറന്നു വരട്ടെ. ഓ ജീസസ്, വലിയ ബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ. തടസ്സത്തിൻ്റെ പാറക്കൂട്ടങ്ങളെ ചിതറിച്ചുകൊണ്ട് ആത്മാവിൻ്റെ ഭൂകമ്പ ശക്തി വെളിപ്പെടട്ടെ. അത് ചിന്നിച്ചിതറിപ്പോകട്ടെ പ്രശ്നങ്ങൾ. ഹല്ലേലൂയ. ഏത് കൊടിയ പ്രതിരോധത്തിൻ്റെ മൂർധന്യതയും ഉടച്ചു കളഞ്ഞുകൊണ്ട് ദൈവമഹത്വത്തിൻ്റെ വാതായനം ഞങ്ങൾക്ക് വേണ്ടി തുറക്കുന്ന, ശാന്തമായി മുന്നോട്ട് പോകാൻ ഞങ്ങളെ സഹായിക്കുന്ന ദൈവത്തിൻ്റെ ഇടപെടൽ ഇപ്പോൾ തന്നെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. അതിശക്തമായ ചില സാമ്പത്തിക വഴികൾ ഇപ്പോൾ തുറന്നു വരട്ടെ. പ്രാർത്ഥിച്ചോ, ദൈവം അത് ചെയ്യാൻ പോവുക. വലിയ ചില അനുഗ്രഹങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ റിലീസാകട്ടെ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കർത്താവെ വെയിറ്റ് ചെയ്യുന്ന ഒരു വലിയ നന്മ ഇപ്പോൾ തന്നെ അതിൻ്റെ കാര്യങ്ങൾ ക്ലിയറായി ക്രെഡിറ്റ് ആകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പുതിയ ചില അവസരങ്ങൾ, പുതിയ ചില അനുഗ്രഹങ്ങൾ, നന്മ നിറഞ്ഞ ചില വാതിലുകൾ തുറന്നു വരട്ടെ. കർത്താവേ, ഇന്ന് പകൽ ഇവർക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന മനുഷ്യരുമായി ഇവർ കണക്റ്റഡ് ആകട്ടെ. ഇവരെ സഹായിപ്പാൻ ഇറങ്ങി വന്നിരിക്കുന്ന ദൈവത്തിൻ്റെ ദൂതൻ ഇവരെ എത്തിക്കുവാൻ ഉദ്ദേശിക്കുന്ന മേഖലയിലേക്ക് ഇവരെ ഇന്ന് പകൽ കൊണ്ടുപോകുന്നല്ലോ. അതിൻ്റെ വഴികൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു മനസ്സ് സംശയിക്കാതെ ദൈവത്തിൽ തന്നെ ആശ്രയിച്ച് മുന്നോട്ട് നീങ്ങുന്ന ഒരു യാഥാർത്ഥ ഹൃദയ സമീപനം അങ്ങയുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണമേ. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ അനുഗ്രഹങ്ങൾ വളരെ വലുതാണല്ലോ. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, അങ്ങയുടെ നാമം ഞങ്ങളെ ഉയർത്തുന്നതാണ്. ആ പരിശുദ്ധമായ നാമത്തിൽ, യേശു ക്രിസ്തു എന്ന നാമത്തിൽ, നസ്രയനായ യേശു എന്ന വലിയ നാമത്തിൽ തന്നെ ഞാനിവരെ അനുഗ്രഹിക്കുന്നു. ഈ നാമത്തിൻ്റെ അനുഗ്രഹം ഇവരുടെ മേൽ തുറക്കട്ടെ. ഈ നാമത്തിൻ്റെ ചൈതന്യം ഇവരുടെ ശരീരങ്ങളിൽ തിളങ്ങട്ടെ. ഓ ജീസസ്, വലിയ ആനന്ദം കൊണ്ട് നിറച്ചതിനായിട്ട് സ്തോത്രം. കർത്താവേ, എൻ്റെ പ്രാർത്ഥന അങ്ങ് കേട്ടതിനായിട്ട് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. വലിയ വിടുതലിലേക്കാണ് കർത്താവ് നമ്മളെ കൊണ്ടുപോകുന്നത്. ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോട് പറയട്ടെ.
ഈ ലോകത്ത് ഏത് മനുഷ്യനുമായി കണക്റ്റഡ് ആയാലും അതൊരു താൽക്കാലിക ആശ്വാസമാണ്. നാം നിത്യമായി ബന്ധപ്പെടേണ്ടത് ദൈവവുമായിട്ടാണ്. ആ ബന്ധം എങ്ങനെയാണ് ലഭിക്കുന്നത്? അത് യേശു ക്രിസ്തു വഴി മാത്രമേ ലഭിക്കുകയുള്ളൂ. നമുക്ക് യേശുവുമായൊരു ബന്ധം ആവശ്യമാണ്. കർത്താവായ യേശു നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്നു, നമ്മുടെ സാഹചര്യങ്ങളെ അറിയുന്നു, നമ്മളെ അവിടുന്ന് മനസ്സിലാക്കുന്നു. യേശുവേ, ഞാൻ അങ്ങയുമായി ചേർന്ന് എന്നെ ജീവിപ്പാൻ കൊതിക്കുകയാണ്. എന്നെ ആ ഒരു ഹൃദയബന്ധത്തിൻ്റെ അനുഗ്രഹത്തിലാക്കണമേ എന്ന് നിങ്ങൾ ഉള്ളു തുറന്ന് പ്രാർത്ഥിച്ചു കൊണ്ടേയായിരിക്കുക. നിങ്ങൾക്ക് കൂടുതൽ ആത്മിക വെളിച്ചം ലഭിക്കുവാൻ അത് കാരണമായി തീരും. നിങ്ങളുടെ കയ്യിൽ ബൈബിളില്ലേ? കൂടുതലായി വായിക്കണം. ദൈവത്തിൻ്റെ വചനം വായിക്കുകയും നാവിൽ അത് പ്രഖ്യാപിക്കുകയും ചെയ്യണം. വലിയ അനുഗ്രഹമാണത്. നാളെ നമുക്ക് വിശുദ്ധ ആരാധന കോട്ടയത്ത് നടക്കുന്നു. കോട്ടയത്ത് ലോഗോസ് ജംഗ്ഷനിലുള്ള നമ്മളുടെ MK ടവർ എന്ന ബിൽഡിങ്ങിൽ, മന്നാകുളത്തിൽ ബിൽഡിങ്ങിൻ്റെ 7ാം നിലയിൽ പോലീസ് പരേഡ് ഗ്രൗണ്ടിൻ്റെ തൊട്ടിപ്പുറത്ത് നമുക്ക് ശുശ്രൂഷ ഒരുക്കപ്പെടുന്നു. നിങ്ങൾ വരണം. സന്തോഷകരമായ മറ്റൊരു വാർത്ത കൂടെ പറയട്ടെ. കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ ഏപ്രിൽ മാസം ഒരു യാത്രയിൽ ഞാനായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് നൽകിയ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ കഷ്ടാനുഭവ ധ്യാന ഗാനമാണ് കഷ്ടങ്ങളേറ്റോനാം അതിശ്രേഷ്ഠൻ കർത്താവ് എന്നുള്ള ഗാനം. ആ ഗാനം മനോഹരമായി അതിനെ ഓർക്കസ്ട്ര ചെയ്യുവാൻ ദൈവം സഹായിച്ചു. ഈ കഷ്ടാനുഭവ വാരത്തിൽ തന്നെ അത് റിലീസ് ചെയ്യേണ്ടത് കൊണ്ട് അത് വലിയ നിലയിൽ അതിൻ്റെ വീഡിയോയോ മറ്റു കാര്യങ്ങളോ ഒന്നും ചെയ്യുവാനുള്ള സാഹചര്യങ്ങൾ എനിക്ക് ഒരുങ്ങി വന്നില്ല. എങ്കിലും അതിൽ കാണേണ്ടത് നമ്മുടെ ആരുടെ മുഖമല്ലല്ലോ, കർത്താവിൻ്റെ മുഖമാണ്. ആ ഓരോ വരിയിലൂടെയും ദൈവത്തിൻ്റെ ആത്മാവ് തുറന്നു നൽകുന്ന അതിൻ്റെ ആന്തരിക വെളിച്ചമാണ് നമ്മളിൽ പ്രകാശിക്കേണ്ടത്. അതുകൊണ്ട് ആ ഗാനം നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇന്നലെ റിലീസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കാണണം, പഠിക്കണം, പാടണം. കൂടാതെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം നിങ്ങളത് പങ്കുവെക്കണം. ഓക്കെ? കർത്താവ് നിങ്ങളെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ ദൈവമക്കളെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും യേശു കർത്താവിൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ കൂട്ടായ്മയും നിങ്ങളോടുകൂടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ.
കുഷ്ഠം തുരത്തിയ അങ്കുലികൾ ചോരയില്ലാതുണങ്ങിപ്പോയി. കുഷ്ഠം തുരത്തിയ അങ്കുലികൾ ചോരയില്ലാതുണങ്ങിപ്പോയി. സൗഖ്യം മുഴുകിയ തിരുവിരലാകെ വേദന തിന്നാൻ തീവ്രതയിൽ. സൗഖ്യം മുഴുകിയ തിരുവിരലാകെ വേദന തിന്നാൻ തീവ്രതയിൽ. കൂനും മുടന്തും നിവർത്തോനെ തിരുവസ്ഥികളൊന്നായി തിന്നിപ്പോയി. കൂനും മുടന്തും നിവർത്തോനെ തിരുവസ്ഥികളൊന്നായി തിന്നിപ്പോയി. ഉടലെരിയുന്ന വേദനയിൽ തിരുപ്രാണൻ തൂകി വെള്ളം പോൽ. ഉടലെരിയുന്ന വേദനയിൽ തിരുപ്രാണൻ തൂകി വെള്ളം പോൽ. തിരുകഷ്ടം നൽകി മൃഷ്ടാന്നം ജീവനീ ദ്രോഹിക്ക്. തിരുകഷ്ടം നൽകി മൃഷ്ടാന്നം ജീവനീ ദ്രോഹിക്ക്. സ്വർഗം തുറന്നു തിരുദുരിതം ദുർമാർഗികളാം പാപിക്ക്. സ്വർഗം തുറന്നു തിരുദുരിതം ദുർമാർഗികളാം പാപിക്ക്. കഷ്ടങ്ങൾ ഏറ്റോനാം അതിശ്രേഷ്ഠൻ കർത്താവേ. കഷ്ടങ്ങൾ ഏറ്റോനാം അതിശ്രേഷ്ഠൻ കർത്താവേ. കുറവുള്ളോർക്കുയരേകാൻ കുറവില്ലാത്തൊരു ഉരുവായി നീ. കുറവുള്ളോർക്കുയരേകാൻ കുറവില്ലാത്തൊരു ഉരുവായി നീ. കഷ്ടങ്ങൾ ഏറ്റോനാം അതിശ്രേഷ്ഠൻ